ഓൺലൈൻ സ്കാമിംഗ് കൂടി വരികയാണ്. ഓൺലൈൻ പല വിധത്തിൽ, പല രൂപത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു. നമ്മൾ ഫോണിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ അതിന്റെയൊക്കെ രൂപത്തിലാണ് ലിങ്കുകൾ നമ്മളുടെ ഫോണുകളിൽ പ്രത്യക്ഷപ്പെടുക. അപ്പം അതിൽ അവരൊരു ഓഫറും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും പ്രത്യേകിച്ച് സാധാരണക്കാർ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. അവിടെയൊക്കെയാണ് അപകടം പതിയിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഒരു ഉദാഹരണം മാത്രമാണ്. ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്തരം ഓൺലൈൻ തട്ടിപ്പ് വീരന്മാരിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും? വളരെ കാലിക പ്രസക്തമായ ഒരു ചോദ്യമാണ് നീതു ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടിയുള്ള ചോദ്യമായി ഞാൻ ഇതിനെ പരിഗണിക്കുകയാണ്. കാരണം അത്രമാത്രം വിലപ്പെട്ട ഒരു വിഷയമാണ് ഇത്. അതിനു മുമ്പ് ഇതിന്റെ പരിഹാരം ഞാൻ വളരെ പെട്ടെന്നൊരു കാര്യം പറയാം. അതൊരു ചെറിയ ഉദാഹരണമാണ്, എങ്കിലേ ഇത് മനസ്സിൽ നിൽക്കുള്ളൂ. അതായത് കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാർ ആരെങ്കിലും എവിടെയെങ്കിലും തട്ടി വീണതായിട്ട് കണ്ടിട്ടുണ്ടോ? എന്നാൽ തട്ടി വീഴുന്നത് കണ്ണുള്ളവരാണ്. കണ്ണില്ലാത്തവർ തട്ടി വീഴില്ല, കണ്ണുള്ളവരാണ് വീഴുന്നത്. വാഹനത്തില് റോഡിൽ വെച്ച് വാഹനം ഇടിക്കുന്നു. ആരാണ് കൂടുതൽ വാഹനം ഇടിച്ച് പരിക്കേൽക്കുകയോ മരിച്ചു പോവുകയോ ചെയ്യുന്നത്? രണ്ട് കണ്ണുമുള്ളവരാണ്. രണ്ട് കണ്ണുമില്ലാത്തവര് വാഹനം ഇടിച്ച് മരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പരിക്കേൽക്കുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. ശ്രദ്ധ അത്ര മാത്രമേ വേണ്ടൂ. അതായത് വിദ്യാഭ്യാസമുള്ളവനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവനെ പറ്റിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് വിദ്യാഭ്യാസമുള്ളവൻ എല്ലാം ആ ഒരു ലിറ്ററസിയുടെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിൽ, ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ, ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ ശീലിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം കൂടുന്തോറും, അതായത് സൂപ്പർ സെൻസ് കൂടുന്തോറും കോമൺ സെൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. സാമ്പത്തിക തട്ടിപ്പുകളിൽ ഏറ്റവും കൂടുതൽ പണം പോകുന്നത് ആർക്കാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീതു ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. IAS-കാർക്കാണ്. IAS-കാരാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയുള്ളവരെന്നാണ് നാട്ടുകാരുടെ ഒരു ധാരണ. പക്ഷേ സാമ്പത്തിക തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ പണം പോകുന്നത് IAS-കാർക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പണം പോകുന്നത് പോലീസുകാർക്കാണ്. അവരും നാണക്കേട് കൊണ്ട് പുറത്തു പറയലാന്ന് മാത്രം. അപ്പോ സമൂഹത്തില് വളരെ ബുദ്ധിപരമായി ജീവിക്കുന്നു, വളരെ ബുദ്ധി ഉപയോഗിക്കുന്നു എന്ന് കരുതുന്നവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം വരുന്നത് അധ്യാപകർക്കാണ്. അധ്യാപകർ എല്ലാവർക്കും ഉപദേശം കൊടുക്കുകയുള്ളൂ, ആരിൽ നിന്നും ഉപദേശം സ്വീകരിക്കാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ളവരാണ്. അതുകൊണ്ട് അവർക്കെല്ലാം അറിയാവുന്ന ഒരു തോന്നലാണ്. അതുകൊണ്ട് അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ വിദ്യാഭ്യാസം കൂടുന്തോറും വിവരം കുറയും എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇനി എന്തൊക്കെയാണ് ഈ തട്ടിപ്പ്? എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്? കേരളത്തിലാണ് ഇത്തരം തട്ടിപ്പുകൾ ഏറ്റവും കൂടുതലുള്ളത്. കാരണം കേരളത്തിൽ വിദ്യാഭ്യാസം 100% സാക്ഷരതയുണ്ട്. എല്ലാവർക്കും PGയും എടുത്താൽ പൊങ്ങാത്തത്ര ഡിഗ്രി ഉണ്ട്. അതുകൊണ്ട് ഇവനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ട്. അതായത് ഒരാൾ ഒരു പൈസ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആരും ഒരു പൈസ കൊടുത്തു പോകും. പക്ഷെ അങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ ഒരു പൈസ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആളിന് എത്ര വലിയ തുകയായിരിക്കും കിട്ടുക? ഇവിടെ ഒരു പൈസ എന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. 1 രൂപ, 2 രൂപ എന്നൊക്കെ വെച്ചാലോ നമ്മൾ അറിയാതെ വലിയ തുകയായിരിക്കും ഒരാളിൽ എത്തിച്ചേരുക. പിന്നെ മറ്റൊന്ന്, ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയി പോയ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് വൈറസുകൾ പടർത്തുക എന്നുള്ളത്. ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ചിത്രം അയച്ചു തന്നു, ഒരു കുട്ടിയുടേതാണ്. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി വളരെ ബുദ്ധിമുട്ടിലാണ്, ആ കുട്ടി രോഗത്തിൽ ചികിത്സയിലാണ്, നിങ്ങൾ പൈസയൊന്നും തന്ന് സഹായിക്കേണ്ട, ഈ കുട്ടിയുടെ വീഡിയോ നിങ്ങളൊന്ന് ഫോർവേഡ് ചെയ്താൽ മതി. പരമാവധി ആൾക്കാരിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ഗൂഗിൾ കമ്പനി അവർക്ക് ഓരോ ഫോർവേഡിനും ഓരോ രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു സന്ദേശം. ഇത് കണ്ടതോടെ ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കാശ് മുടക്കില്ലാതെ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി ഇത് ഫോർവേഡ് ചെയ്തു. അതൊരു വൈറസ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. അപ്പൊ അത് ഫോർവേഡ് ചെയ്തവരുടെ ഫോണൊക്കെ തകരാറിലായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില തട്ടിപ്പ് വീരന്മാരുണ്ട്. അവർക്ക് പൈസയൊന്നും കിട്ടണ്ട, മറ്റുള്ളവൻ കുഴപ്പത്തിലാണെന്ന് കാണുമ്പോൾ ഒരു ചെറിയ മനസുഖം, ഈ മനസുഖത്തിന് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ. ഈ വ്യാജ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് വ്യാജ അക്കൗണ്ടുകളല്ല. ഇതില് വലിയൊരു ബിസിനസ് നടക്കുന്നുണ്ട് കേരളത്തിൽ, നമ്മൾ അറിയണം. അതായത് ഉപയോഗിക്കപ്പെടാത്ത അക്കൗണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും സജീവമായ, ആക്റ്റീവായ അക്കൗണ്ടുകൾ കാണും.
വളരെ കാലമായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ കാണും. ഈ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകളെ വാടകയ്ക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഏതായാലും ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ആ അക്കൗണ്ട് ഇത്ര കാലത്തേക്ക് വാടകയ്ക്ക് തന്നാൽ മാസം ഇത്ര രൂപ വെച്ച് നിങ്ങൾക്ക് തരാം. ആര് കേട്ടാലും മോഹിച്ചു പോകും. വെറുതെ കിടക്കുന്ന അക്കൗണ്ടാണ്. ക്ലോസ് ചെയ്യാനായിട്ട് ബാങ്കിൽ ചെന്നാൽ 100 നൂലാമാലയാണ്. ക്ലോസ് ചെയ്യാൻ അവർ സമ്മതിക്കുകയില്ല. എന്നാ പിന്നെ വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന പൈസ ഇരിക്കട്ടെ എന്ന് വെക്കും. നമ്മൾ ഇത് വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ ആരെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ മാസ കണക്കിന് നമുക്ക് 1000 രൂപയും കിട്ടും. പക്ഷേ ആ അക്കൗണ്ടുകളിലൂടെ ആ അക്കൗണ്ട് ലക്ഷക്കണക്കിന് രൂപയായിരിക്കും തട്ടിപ്പ് സംഘങ്ങൾ തിരിമറി നടത്തുന്നത്. അവസാനം കേസ് വരുമ്പോഴോ നമ്മുടെ പേരിലായിരിക്കും കേസ് വരിക. ഇതും അറിയില്ലാത്ത ആൾക്കാർ ഉണ്ട്. പിന്നെ മറ്റൊരു പഴയകാല തട്ടിപ്പ് രീതിയാണ് അപേക്ഷാ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്. അപ്പൊ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ അപേക്ഷിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പരസ്യം കൊടുക്കുക. എന്നിട്ട് അതിന് അപേക്ഷാ ഫീസായിട്ട് എത്ര രൂപ അടയ്ക്കാന്ന് പറയാം. ആർക്കെങ്കിലും ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. ലക്ഷക്കണക്കിന് പേരുടെ അപേക്ഷാ ഫീസ്, കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിലെത്തും. അതുപോലെ തന്നെയാണ് രജിസ്ട്രേഷൻ ഫീസ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫീസും ഒക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണോ, നിയമപരമാണോ, ഇതൊന്നും ആരും അന്വേഷിക്കാറില്ല. മറ്റൊന്നാണ് പണം മുടക്കി നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബിസിനസ് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ പണം തിരിച്ചു തരും. അങ്ങനെ നമ്മളൊരു നിശ്ചിത തുക ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക്, ഈ കമ്പനിയും കാണുകയില്ല സ്ഥാപനവും കാണുകയില്ല, അതൊക്കെ ഒരു ഫേക്ക് ഐഡിയിൽ കൂടി ആയിരിക്കും വരിക. നമ്മൾ പണം അടയ്ക്കുന്നു. പണം അടച്ചു കഴിഞ്ഞു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഭയങ്കര ലാഭം കിട്ടും. നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോകും. കാരണം 1000 രൂപ അടച്ചതേ ഉള്ളൂ, 2500 രൂപ ലാഭം. ആരാണേലും സന്തോഷിച്ചു പോകും. പക്ഷെ ഈ ലാഭം പൈസയായിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസം താമസം വരും. ഇപ്പോൾ ഇത് പോയിന്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കും എന്ന് പറഞ്ഞ് വലിയൊരു ബാലൻസ് ഷീറ്റ് ഒക്കെ അയച്ചു തന്ന് അടിപൊളിയായിട്ട് നമ്മൾ ഇട്ട തുക 1000, കിട്ടിയ തുക 2500. പിറ്റേ ദിവസം ആകുമ്പം ഈ 2500 കൂടെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് പറയും. അവിടെ ആ കിട്ടിയ 2500 പിന്നെ നമ്മൾ കൂടുതൽ ഇടുന്നു, അപ്പൊ കൂടുതൽ കിട്ടുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നു. ആ പൈസ അടയ്ക്കുന്നതിനനുസരിച്ച് 5 ഇരട്ടി 10 ഇരട്ടി ലാഭം നമ്മുടെ അക്കൗണ്ടിൽ കുമിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോ നമുക്ക് ഹാപ്പിയായി. ധാരാളം പേര് പെട്ടുപോകുന്ന ഒരു തട്ടിപ്പാണ് ഇത്. അങ്ങനെ ഒരാൾ എന്നോട് സന്തോഷം സഹിക്കാൻ വയ്യാതെ ഇയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇത്ര 1000 രൂപ ഇട്ടു, എനിക്ക് ഇത്ര 1000 രൂപ കിട്ടി, ഈ പരിപാടിയിൽ ചേരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്ന തുക നിങ്ങൾ ക്യാഷ് ആയിട്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് തന്നെ കാണിക്കാമെങ്കിൽ ഞാൻ കൂടാം എന്ന് പറഞ്ഞു. ഇയാള് ഇത് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കമ്പനി കൊടുക്കുന്നില്ല. അവർ പറഞ്ഞു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് GST പിടിക്കും, നിങ്ങൾക്ക് ആ നഷ്ടം വരും, പിന്നെ ഇൻകം ടാക്സ് വരും, പിന്നെ നിങ്ങളെ ഇൻകം ടാക്സ് വാച്ച് ചെയ്യും എന്നെല്ലാം പറഞ്ഞ് ഇയാളെ ഭയപ്പെടുത്തി. അയാൾ വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്, അതുകൊണ്ട് പോയിന്റ് അവിടെ കിടക്കട്ടെ, നമുക്ക് അവസാനം ഒന്നിച്ച് പിൻവലിക്കാം. ഞാൻ പറഞ്ഞു, ഇത് ഒന്നിച്ചല്ല, ഒരിക്കലും പിൻവലിക്കാൻ പോകുന്നില്ല, ഇതൊരു തട്ടിപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ ലാഭം ക്യാഷ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുത്തിയിട്ട് നിങ്ങൾ അത് കൈകൊണ്ട് തൊട്ട് നോക്കൂ, വിഡ്രോ ചെയ്തിട്ട് ആ നോട്ട് എണ്ണി നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ കാര്യം നടക്കുന്നില്ല. അപ്പൊ കാശ് പോയി. ഇതാണ് വേറൊരു രീതിയിൽ. അപ്പൊ പോയിന്റ്സ് ആയിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തി നമുക്ക് അയച്ചു തരും, പക്ഷെ നമുക്ക് ഒന്നും കിട്ടില്ല. പിന്നെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് എടുക്കുന്നു. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു വലിയ ജുവലറി തട്ടിപ്പുണ്ടായി, മതത്തിന്റെ ഒക്കെ പേരിൽ. അവിടെയൊക്കെ പാർട്ണർഷിപ്പില് അല്ലെങ്കിൽ സ്കീമുകളിൽ പണം അടപ്പിക്കുന്നു. ആ പണം അടപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് ലാഭം കിട്ടുന്നു. ഉടനെ ലാഭവിഹിതം നമുക്ക് അയച്ചു തരുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർ പറയും, നിങ്ങൾ ഈ കിട്ടിയ പൈസ നിങ്ങൾ അധ്വാനിക്കാതെ ഞങ്ങളുടെ ബിസിനസ് കൊണ്ട് കിട്ടിയതാണല്ലോ, ഞങ്ങൾക്ക് ഇത് വലിയ അനുഗ്രഹമാണ്, ഞങ്ങൾക്ക് കൂടുതൽ പണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ പലിശ കൊടുക്കാതെ നിങ്ങൾ തരുന്നത് നിങ്ങൾക്ക് ലാഭവിഹിതമായിട്ട് തിരിച്ചു തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ പണം, അതായത് നിങ്ങൾ ഇത്ര ലക്ഷം രൂപ ഇട്ടപ്പോൾ 1 ലക്ഷം രൂപ ഇട്ടപ്പോൾ ഇത്ര കിട്ടി, നിങ്ങൾ 10 ലക്ഷം ഇടുകയാണെങ്കിൽ ഇത്ര കൂടുതൽ കിട്ടും, 1 കോടി ഇടുകയാണെങ്കിൽ ഇത്ര കൂടുതൽ കിട്ടും എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യും. അപ്പോഴും പൈസ കൂടുതൽ വരുന്നതായി കണക്കിൽ കാണിക്കും, കയ്യിൽ കിട്ടില്ല. ഇതാണ് മറ്റൊരു തട്ടിപ്പ്. ഇപ്പൊ നമ്മൾ 7 തരം തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഇനി 8ാമത്തേത് വളരെ എല്ലാവരും ഫേമസ് ആയിട്ടുള്ള തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്തുണ്ടായ കാര്യം. കൂടുതലും ഈ കൈക്കൂലി മേടിച്ച ഉദ്യോഗസ്ഥന്മാർ റിട്ടയർമെന്റ് കഴിഞ്ഞ് വെറുതെ കുത്തിയിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സർവീസിലായിരുന്ന കാലത്ത് ഇന്ന വയസ്സിൽ ഇത്രാമത്തെ വർഷം നിങ്ങളുടെ പേരിൽ ഒരു എൻക്വയറി ഉണ്ടായിട്ടുണ്ട്, അത് സംബന്ധിച്ച് നിങ്ങളുടെ മുഴുവൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉടൻ തന്നെ പോലീസിനെ ഏൽപ്പിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വരട്ടും. സർവീസിലിരുന്ന കാലത്ത് കൈക്കൂലി മേടിച്ചവരും കൂടിയാണ് വരണ്ടു പോകും.
കാരണം റിട്ടയർമെന്റും കഴിഞ്ഞ് വീടും വെച്ച് മക്കളെയും കെട്ടിച്ച് നല്ല വണ്ടിയും മേടിച്ച് നാട്ടിൽ പ്രമാണിയായിട്ടിരിക്കുമ്പോഴായിരിക്കും പണ്ട് മേടിച്ച കൈക്കൂലിയുടെ കണക്ക് സർക്കാർ ചോദിക്കുന്നത്. ഈശ്വര, വരണ്ടു പോകും. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വലിയ ഉദ്യോഗസ്ഥന് 1 കോടി രൂപയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത്. കൂടുതൽ ഞാൻ പറയുന്നില്ല, പത്രത്തിൽ വന്നതാണ്. അയാളുടെ സമ്പാദ്യമായിട്ട് 1,10,00,000 രൂപയോ മറ്റോ മിച്ചം ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്ന് ഇയാൾ 1,10,00,000 അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കാരണം സർക്കാർ പിടിച്ചതല്ലേ, തെളിവ് ഹാജരാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ പൈസ അതുവഴി പോയി. ഇപ്പൊ കേസും ഒക്കെ ആയിട്ട് നടക്കുക. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തട്ടിപ്പുകൾ കേരളത്തിൽ അരങ്ങേറുന്നതിന്റെ കാരണം മലയാളിയുടെ അമിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ അഡിക്ഷനാണ്. അതായത് അച്ചടിച്ചതൊക്കെ ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഞാനത് കേരളത്തിന്റെ ചില പ്രത്യേക ജില്ലകളിലാണ്. ജില്ലയുടെ പേരെടുത്ത് പറഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലാൻ വരും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്കിലും ചില പ്രത്യേക ജില്ലകളിൽ ഇപ്പോഴും അച്ചടിച്ചതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവരെ എന്തെങ്കിലും അച്ചടിച്ച കടലാസ് കൊണ്ട് കാണിച്ചാൽ അന്നേരം പൈസ കൊടുക്കും. അതുപോലെ ഓൺലൈനായിട്ട് വരുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൂപ്പർ സെൻസ് ഉള്ളവന് കോമൺ സെൻസ് ഇല്ലാതെ പോകുന്നതാണ് ഇതിന് കാരണം. ഇനി എങ്ങനെയാണ് ഈ തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്നുള്ളതും കൂടെ പറയാം. ഈ തട്ടിപ്പ് പറഞ്ഞാൽ പോരല്ലോ, ഇതിന്റെ ഗുണമുണ്ടാവണം. ഇപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ സാമ്പത്തികമായി നമുക്ക് വലിയ ലാഭമുണ്ടാകുന്ന ഒരു കാര്യം പല ആൾക്കാരും മറച്ചു വെക്കും. ഭർത്താവിൽ നിന്ന് ഭാര്യ മറച്ചു വെക്കും, ഭാര്യയിൽ നിന്ന് ഭർത്താവ് മറച്ചു വെക്കും, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ മറച്ചു വെക്കും. എന്നിട്ട് ആരും അറിയാതെ ഒത്തിരി പൈസ ഉണ്ടായി കഴിയുമ്പോൾ ഞാനൊന്ന് തലയുയർത്തിയാൽ മതിയല്ലോ എന്ന് കരുതും. ഇത് ഒരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് ഈ മനഃശാസ്ത്രത്തെയാണ് തട്ടിപ്പുകാർ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിയുക, നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഓഫർ ആരെങ്കിലും തരികയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആൾക്കാരോട് നമ്മൾ പറയണം. അതായത് മാതാപിതാക്കളോടോ ഭാര്യ ഭർത്താക്കന്മാരോടോ സഹോദരി സഹോദരന്മാരോടോ നമ്മൾ ഇത് പങ്കുവെക്കണം. അപ്പോഴായിരിക്കും അതിന്റെ മറ്റൊരു ആംഗിൾ അവർ പറഞ്ഞു തരിക. ഇതിനകത്ത് ഇങ്ങനെ ഒരു അപകടമുണ്ട്, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് മാനേജർമാരുമായിട്ട് സംസാരിക്കുക. അപ്പോ അവർക്ക് ഇത്തരം ഫ്രോഡുകളെ കുറിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും പറയാനുണ്ടാവും. അതല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ, ക്രൈം, സൈബർ ക്രൈം ഇതൊക്കെ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ കിട്ടും. ഇനി ഇതിനൊക്കെ പോകാൻ മടിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം കയ്യിലിരിക്കുന്ന മൊബൈലില് ഇത്തരം തട്ടിപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള യൂട്യൂബ് വീഡിയോസ്, അതല്ലെങ്കിൽ ഗൂഗിൾ നോക്കിയാൽ ഇത്തരം തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള ധാരാളം വാർത്തകളും വീഡിയോകളും തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു തീരുമാനം, സാമ്പത്തിക തീരുമാനം എടുക്കുന്നതിന് മുൻപ് 4 പേരോട് അന്വേഷിക്കുക, 4 വഴിക്കും പഠിക്കുക. അല്ലാതെ എടുത്തു ചാടി തീരുമാനം ഉണ്ടാക്കരുത്. ഇതും ഈ തട്ടിപ്പുകാർക്ക് അറിയാം. അതുകൊണ്ട് അവര് ചെയ്യുന്ന 2 തന്ത്രങ്ങളുണ്ട്. ഒന്ന്, ഈ കാര്യം പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറയും. നമ്മുടെ മുമ്പിൽ ഒരു ഓഫർ വെച്ചിട്ട് പറയും 10 മിനിറ്റും കൂടി മാത്രമേ ഈ ഓഫറിന് വാലിഡിറ്റി ഉള്ളൂ. എന്നിട്ട് സ്ക്രീനിൽ 10, 9, 8, 7 എന്ന ഡിജിറ്റ് തെളിയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. ഈ 10 സെക്കൻഡിനകം പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ കിട്ടുമല്ലോ. നമ്മൾ ആ 10 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി ഇവൻ അപ്രത്യക്ഷമാവും. പിന്നെ നമ്മൾ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് നിലവിളിച്ചിട്ടും സൈബർ പോലീസിൽ പോയിട്ട് ഒറ്റ കാര്യമില്ല. പിന്നെ അത് അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനം എടുക്കാതിരിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ, ഇൻവെസ്റ്റ്മെന്റുകളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാതിരിക്കുക. ആലോചിച്ചിട്ട് പറയാം, നാളെ വിളിക്കൂ എന്ന് പറഞ്ഞാൽ മതി. മിക്കവാറും നാളെ വിളിക്കുകയില്ല. കാരണം നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബോധം ഉദിക്കുമെന്ന് അവന് അറിയാം. അവൻ നമ്മളെക്കാൾ ബോധമുണ്ട്. അതുകൊണ്ടാണല്ലോ തട്ടിപ്പ് വീരനായത്. അപ്പോ അയാള് പിന്നെ വിളിക്കുകയില്ല. അപ്പൊ നമുക്ക് മനസ്സിലാകണം അയാൾ എന്തുകൊണ്ട് വിളിച്ചില്ല. ഏതായാലും ചുരുക്കി പറയാൻ ഇത്രയേ ഉള്ളൂ. സാമ്പത്തിക തട്ടിപ്പുകളിൽ പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ വസ്തുത ആരുമായി പങ്കുവെക്കാത്തതാണ്, ആരോടും അന്വേഷിക്കാത്തതാണ്. നമ്മളുടെ കഴിവിലുള്ള അമിതമായ വിശ്വാസമാണ്. നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര ഉന്നതനാണെങ്കിലും, എത്ര സാമ്പത്തികമുണ്ടെങ്കിലും, എത്ര ബുദ്ധിശാലിയാണെങ്കിലും നിങ്ങളെ പറ്റിക്കാനുള്ള ബുദ്ധി തട്ടിപ്പുകാർക്കുണ്ട് എന്ന് എപ്പോഴും ഓർത്തിരിക്കുക. അതുകൊണ്ട് 4 വഴി അന്വേഷിച്ച് 4 പേരോട് സംസാരിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് ജയസൂര്യൻ സാർ. എനിക്കൊരു ഒരു എന്താ പറയാ, ഒരു പൈസ ഏൺ ചെയ്യാനുള്ള ഒരു സോഴ്സ് കിട്ടുകയാണ്. അതൊരു ലിങ്കിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മുഖം കാണിക്കാത്ത ഒരാളുടെ രൂപത്തിലോ. ഇത് ഞാൻ മറ്റൊരാളുടെ അടുത്ത് പങ്കുവയ്ക്കുമ്പോൾ അവനും കൂടി പണം കിട്ടിയാലോ എന്നുള്ള മലയാളിയുടെ വേറെ ഒരു ദുഷ്ടലാക്ക് കൂടി, അങ്ങനെ ഒരു ചിന്ത കൂടെ വരും. സ്വാഭാവികമാണ്. അതുകൊണ്ട് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മളിത് പലപ്പോഴും വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുക.
അവിടെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. പക്ഷെ ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് സാധാരണക്കാർക്ക് മാത്രം സംഭവിക്കുന്നതല്ല. IAS മുതൽ ഇങ്ങ് താഴെ അധ്യാപകർ വരെ, അത് കഴിഞ്ഞാണ് നമ്മൾ സാധാരണക്കാർ വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ജയസൂര്യൻ സാർ പറഞ്ഞ 8-9ഓളമുള്ള തട്ടിപ്പുകളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നുള്ളതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.